നമസ്കാരം. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 ജനിച്ച ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേർന്ന ലാൽ ബഹദൂർ ശാസ്ത്രി. 1951 AICCയുടെ ജനറൽ സെക്രട്ടറി, 1952 ഇന്ത്യയുടെ റെയിൽവേ മന്ത്രിയുമായി. തൻ്റെ ലാളിത്യം കൊണ്ട് ജീവിതത്തെ മുറുകെ പിടിച്ച വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. വാരണാസിയിലെ കടുത്ത ദാരിദ്ര്യത്തിനിടയിലും മക്കളെ പഠിപ്പിച്ച ഒരമ്മയായിരുന്നു ശാസ്ത്രിയുടേത്. ഒരിക്കലൊരു വൃദ്ധയായ സ്ത്രീ വാരണാസിയിലെ പ്ലാറ്റ്ഫോമിൽ അന്നത്തെ ലാസ്റ്റ് ട്രെയിൻ പോയി എന്നറിയാതെ ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടിയിരുന്നിരുന്നു. ട്രെയിൻ നാളെ ഇനി ഉള്ളൂ എന്നറിയാമായിരുന്ന കൂലി ആ അമ്മയോട് ചോദിച്ചു, "മാ, എവിടേക്കാ പോകേണ്ടേ?" വൃദ്ധയായ അമ്മ മറുപടി നൽകി, "എൻ്റെ മകൻ്റെ അടുത്തേക്ക്, ഡൽഹിയിൽ." "മാജി, ഇന്നിനി ട്രെയിനില്ല. നാളെ രാവിലെ അടുത്ത ട്രെയിൻ വരികയുള്ളൂ." അത് കേട്ടതും നിസ്സഹായ അമ്മ കൂലിയുടെ മുഖത്തേക്ക് വിഷമത്തോടെ നോക്കി. പക്ഷെ നല്ലവനായ ജീവനക്കാരൻ ആ അമ്മയ്ക്ക് വിശ്രമിക്കാൻ വെയിറ്റിംഗ് റൂം കാണിച്ചു കൊടുത്തു. എന്നിട്ട് കൂലി ആ അമ്മയുടെ മകനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അമ്മ മറുപടി നൽകിയത്, "എൻ്റെ മകനും റെയിൽവേയിലാണ് ജോലി." റെയിൽവേയിലാണ് ജോലി എന്ന് കേട്ടതും അവർ ആശ്ചര്യത്തോടെ ചോദിച്ചു, "അമ്മയുടെ മകൻ്റെ പേരെന്താണ്? ഞങ്ങൾ അന്വേഷിച്ച് അമ്മയെ അവിടെ എത്തിക്കാം." അപ്പോൾ അമ്മ പറഞ്ഞു, "അവനെൻ്റെ ലാലാണ്. എല്ലാവരും അവനെ ലാൽ ബഹദൂർ ശാസ്ത്രി എന്നാണ് വിളിക്കുന്നത്." ഇത് കേട്ടതും അവിടെ ഉള്ളവരെല്ലാവരും വിരളി പിടിച്ചു. ഉടനെ ഒരു ടാക്സിക്കാർ വന്ന ആ അമ്മയെ അവിടെ നിന്നും ശാസ്ത്രിയുടെ അടുത്തെത്തിച്ചു. എന്നാൽ ഇതൊന്നും ശാസ്ത്രി അറിഞ്ഞിരുന്നില്ല. ഇന്ത്യൻ റെയിൽവേയാണ് എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തത്. ഇതെല്ലാം കണ്ട ആശ്ചര്യത്തോടെ അമ്മ ലാലിൻ്റെ കൂടെ ചോദിച്ചു, "നിനക്ക് എന്താണ് ഇവിടെ പണി?" എനിക്കിവിടെ ഒരു ചെറിയ ജോലിയാണ് അമ്മയെന്ന് അന്നത്തെ ഇന്ത്യൻ റെയിൽവേ മിനിസ്റ്ററായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി അമ്മയ്ക്ക് മറുപടി നൽകിയത്. അമ്മയുടെ സ്നേഹത്തിലും സത്യസന്ധതയിലും വളർന്ന ശാസ്ത്രി ആ മൂല്യങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ ഉടനീളം പിന്തുടർന്നു. ജയ് ഹിന്ദ്.